ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കപ്പിന് 1.5 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് അപ്പത്തിൻ്റെ അരിപ്പൊടിയാണേ. ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ചെറു ചൂട് ആക്കി വെച്ചിട്ടുണ്ടേ. അത് ഇതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് കുഴച്ച് എടുക്കുക. ഇളം ചൂടുള്ളേ. പുട്ടിന് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണേ. ഈ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. 1 ടീസ്പൂൺ ഉപ്പിട്ട് ചൂടാക്കി വെച്ച വെള്ളമേ. ഇവിടെ നമുക്ക് ഒരു 30 മിനിറ്റ് കവർ ചെയ്ത് വെച്ചേക്കേ. വെള്ളം നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. വേണ്ടല്ലേ ഇതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 30 മിനിറ്റ് ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞെടുക്കേ. നമ്മുടെ മാവ് കുഴച്ച് വെച്ചത് നോക്കേ. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കിയാക്കട്ടെ. നമുക്കൊരു പാത്രം വെക്കാം. എന്നിട്ടൊരു അരിപ്പ്, അതുപോലത്തെ അല്ലെങ്കിൽ നമ്മൾ പുട്ടിൻ്റെ മാവ് കഴിക്കുന്ന അരിപ്പില്ലേ, അതെടുത്താലും മതി. ഇതിനകത്തോട്ട് ഇങ്ങനെ വെക്കാം. ഇത് കട്ടയില്ലാതെ ഇതിനകത്തോട്ട് അരിച്ചിടേ. ഓക്കെ, ഇതുപോലെ കട്ടയില്ലാതെ മാവ് ഇങ്ങനെ ഇരിക്കണേ. കണ്ടോ? അതുപോലെ ഇതെല്ലാം ഞാൻ അടിച്ചെടുക്കേ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കട്ടെ. നോക്കേ, ഇത് നമ്മുടെ ലാസ്റ്റ് മാവേ. കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ആക്കണേ. നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ. ഓരോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴും അടിയിൽ കണ്ട ഇത് ഞാൻ തട്ടിയിട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ അടഞ്ഞു പോകത്തില്ലേ. ഇവിടെ ഇരിക്കട്ടെ. ഞാനൊരു ഇഡ്ഡലിക്കുട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റൗ എത്തിക്കേ. ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. കണ്ടോ, മാവ് പൊടി ഉണ്ടോ, കട്ടയൊന്നും ഇല്ല. ഓക്കെ, അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ടേ. കണ്ടോ, നല്ല പൂ പോലെ നോക്കേ.
ഒരു കട്ടയില്ലാതെ പോലെ മാവ് കിടക്കുന്നുണ്ടോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് സ്റ്റൗ എത്തിക്കട്ടെ. ഒരു ഇഡലി കിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു തട്ടിട്ട് കൊടുക്കണേ. ആദ്യം സ്റ്റൗ ഒന്ന് ഓണാക്കട്ടെ. ഒരു 2-3 ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ടേ. ഇനി ഒരു തട്ടിട്ട് കൊടുക്കട്ടെ. നമ്മുടെ വെള്ളം ചൂടാവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ നല്ല വലിയൊരു മുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കും. ഇത് ശർക്കര പൊടിയാണേ. ഇതിനകത്ത് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്നില്ലേ. വെറും തേങ്ങ ശർക്കരയും മാത്രമേ ഇടുന്നുള്ളൂ. ഏലക്കാപ്പൊടിയൊന്നും ഇടുന്നില്ല. കുറച്ചുകൂടെ പഞ്ചസാരയുടെ പഞ്ചസാരയല്ല, ശർക്കര. അത്രയും മതിയേ. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല, കണ്ണാടി പാത്രം ആയാലും കുഴപ്പമില്ല. ഇത് അടുപ്പിനകത്ത് വെക്കുന്നില്ല. ഇത് നമ്മളൊരു കാണിച്ചേനെ. പ്രസ് ചെയ്യരുതേ. മേളി മാവിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയുള്ളൂ, ചെറുതായിട്ട്. ഇതിനകത്ത് കുറച്ച് തേങ്ങയും ശർക്കരയും കൂടെ വെട്ടെ. ഇതിലോട്ട് ഇതിൻ്റെ പുറത്തോട്ട് പിന്നെയും മാവിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കേ. ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വെള്ളം തിളച്ച് ഇതിലോട്ട് ഞാൻ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന തോർത്ത് മതി, കോട്ടൺ തുണി ആയാലും മതിയേ. അതൊന്ന് നനച്ച് വെച്ചേക്കേ. ഇതിൻ്റെ പുറത്തോട്ട് ഇതായി. ഇതിങ്ങനെ വെച്ചിട്ട് കാണിക്കാതെ ക്യാമറ അങ്ങോട്ട് വെക്കട്ടെ. ഇതിനൊക്കെ നമ്മുടെ വെള്ളമൊക്കെ നല്ല തിളയ്ക്കുന്നുണ്ട്. കുറച്ചിട്ടിരുന്നേ. ഒന്നുകൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന മാവില്ലേ ഇതിനകത്തോട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ കവർ എടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കവർ ഇത് അടച്ച് വെച്ചിട്ട് ഇതൊരു 4 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. തീ അത്ര കൂടിയിടണ്ട, മീഡിയത്തിനും കുറച്ചും കൂടെ മേലിയിട്ടേ. 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. അല്ല, ആ സമയം കൊണ്ട് നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം. റെഡിയാക്കി വെച്ചേക്കാം. ഇന്ന് ഇതെടുത്ത് കഴിയുമ്പോൾ അടുത്തത് എടുത്ത് വെക്കാം. നമുക്കതുപോലെ ഇതിനകത്തും മാവ് ഫില്ല് ചെയ്യാം. ശർക്കരയും തേങ്ങാക്കൂട്ടും ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം.
അതുപോലെ വേറൊരു കോട്ടൺ തുണി നനച്ച തുണിയെ നനഞ്ഞിരിക്കണം, നനച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണേ. ഇത് വെളിച്ചെണ്ണ റെഡിയാക്കി വെച്ചേക്കെ. അത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മളുടെ അപ്പം നോക്കാം എങ്ങനെ ആയെന്ന്. ഇപ്പോൾ ഒരു 4.5 മിനിറ്റ് കഴിഞ്ഞേ. ഈ ഒന്ന് കുറയ്ക്കാം, ഭയങ്കര ചൂടാണിത്. ഓക്കെ, നല്ല വെന്തിട്ടുണ്ട്. ഞാനേ ഇത് എടുക്കണം. ഇത് പിടിച്ചിരിക്കട്ടെ, ചൂടായി മാറിയിട്ട് നമുക്കെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെപ്പിച്ചു കൊടുക്കാം. ഇതങ്ങ് എടുക്കാം. ഇതുപോലെ തന്നെ ഒത്തിരി മാവിട്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒരു 4.5 മിനിറ്റ് ഇരിക്കട്ടെ. ഇത് ആറിയിട്ട് നമുക്ക് എടുക്കാം. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതും കൂടെ നിറച്ച് കൊടുക്കാം. ഇനി ഒരെണ്ണത്തിനും കൂടെ ഉണ്ട്, അതും കൂടെ നിറച്ച് കൊടുക്കാം. ഇത് നോക്കിയേ, നമ്മുടെ ആദ്യത്തെ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളേ. ഓക്കെ, അതോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൂടെ വെന്തിട്ട് അടുത്തത് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അതുകൂടെ ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അതെടുത്തിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വേവട്ടെ, ഒരു 2 മിനിറ്റ് കൂടെ കഴിയട്ടെ. നമുക്ക് ഇതൊന്ന് എടുക്കാം. ഞാൻ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4.5 മിനിറ്റായേ. ഇതൊന്ന് എടുക്കണം, ഇതൊന്ന് മാറ്റാം. അല്ല, അതും റെഡി ആയിട്ടുണ്ടേ. ഇനി ഇതുപോലെ തന്നെ അടുത്തതും വെച്ച് കൊടുക്കാം. രണ്ടാമത്തതിൻ്റെ അവസ്ഥ നോക്കേ. മൂന്നാമത്തെ ഇവിടെ നിന്ന് വേവട്ടെ, ചൂടുണ്ട് ഇപ്പോഴും. ഓക്കെ, രണ്ടാമത്തതും റെഡിയായേ. മൂന്നാമത്തതും ഇപ്പോൾ എടുക്കാം. ഒരു 1.5 മിനിറ്റ് കൂടെ കഴിയട്ടെ. നമ്മളെ മൂന്നാമത്തെ അപ്പവും റെഡി ആയിക്കഴിഞ്ഞേ. ഞാൻ ഗ്യാസ് ഓഫാക്കാണ്, നല്ല ചൂടാണ്. ഓക്കെ, എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ 3 എണ്ണവും ഒരു പ്ലേറ്റിനകത്താക്കി സെറ്റ് ചെയ്യാം, എന്നിട്ട് കാണിക്കാം. ഇങ്ങോട്ട് മാറ്റാം. ഇവിടെ വയ്ക്കട്ടെ. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്നിച്ചാക്കട്ടെ. ഓക്കെ, നമ്മുടെ നല്ല സോഫ്റ്റാണിത്. ചെറിയ ചൂടുണ്ട്. ഞാൻ ഒരു 1.5 കപ്പ് മാവല്ലേ, കുഞ്ഞു കപ്പല്ലേ, അതിന് 1.5 കപ്പ് മാവ് എടുത്തോളൂ. നമുക്ക് വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിക്കേ. ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചേ. ചൂട് ഇങ്ങോട്ട് താഴെ വെക്കേ. ഓക്കെ, നമ്മളെ ഒന്ന് മുറിക്കാൻ. അപ്പം കണ്ട ചൂടുണ്ടേ, നോക്കാം. ഓക്കെ,
നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടയാണ്. ഇന്ന് അടയുടെ കണക്ക് കുഴയ്ക്കൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫില്ലിങ്സ് അകത്തിരിക്കുന്ന കണ്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ അവധിയല്ലേ, പിള്ളേർക്കൊക്കെ വൈകിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പലഹാരം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റോട് കൂടിയൊരു അട. ഇപ്പോൾ അടയെന്നും പറയാം, ഇലയില്ലെന്നേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ അടയുടെ കണക്ക് കുഴച്ച് പരത്തൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല ഹെൽത്തിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ, വൈകിട്ട് ചായക്കടി നല്ല തന്നെ ഡിന്നറായിട്ട് ഉപയോഗിക്കാം. നല്ല രസം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.